ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒറോട്ടിയാണ്. ഇതിന് ഒറോട്ടി, അരിപ്പത്തിൽ, ടയർ പത്തിൽ അങ്ങനെയൊക്കെ പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ തലശ്ശേരി സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണൂർ തലശ്ശേരിക്കാരാണ് അധികം ഇത് മെയിനായിട്ട് ഉണ്ടാക്കാറ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഐറ്റാണ് ഈ ഒറോട്ടി എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കാനും നല്ല ഈസിയാണ്. അവർക്ക് നമുക്ക് നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം വെക്കാം. ഈ വെള്ളം ഒന്ന് തിള പൊട്ടി വരുന്ന സമയത്ത് അതായത് ഇതേപോലെ തിള പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങലരി ഉണ്ടല്ലോ, പുഴുങ്ങലരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കഴുകൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായ വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ പുഴുങ്ങലരി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുഴുങ്ങലരി അല്ലാത്ത ഇപ്പോൾ പുറത്തുള്ള അറേബ്യൻ കൺട്രീസിലുള്ളവരാണെങ്കിൽ ഷിപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു അരി കിട്ടും. അത് യൂസ് ചെയ്താൽ മതി. അതിലും നല്ലവണ്ണം നമുക്ക് ഈ ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ നമുക്ക് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 6-7 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ വാർത്തി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ ഈ ഒരു അരി നമുക്ക് ഇനി നല്ലോണം കഴുകി എടുത്തു കേട്ടോ. ഞാൻ ആദ്യം നമ്മൾ കഴുകാതെ എല്ലാ അരി ഇട്ടത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്രൈൻഡർ നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രൈൻഡറിൽ ഇടുമ്പോൾ അറിയാലോ നമുക്ക് വെള്ളം അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് ഗ്രൈൻഡർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിലും ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് ഗ്രൈൻഡർ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ അരിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്തതാണ്. നിങ്ങളിത് മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത് എന്നാണെങ്കിൽ എത്ര മാക്സിമം നിങ്ങൾക്ക് വെള്ളം കുറച്ച് ഇത് അരച്ചെടുക്കാൻ പറ്റും അത്രയും മാക്സിമം വെള്ളം കുറച്ച് അരച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ലൂസായി പോയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ സാധാ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ടൈറ്റാക്കി എടുത്താലും മതി. ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇപ്പോൾ അരച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ജ്യൂസ് മെഷീനിൽ അടിച്ചെടുക്കുന്ന സമയത്തും ആ ഒരു കൺസിസ്റ്റൻസിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് പോലെ കിട്ടും. ഈ ഒരു രീതിക്കാണ് കേട്ടോ, ഈ ഒരു ലൂസിലാണ് നമുക്ക് അരിഞ്ഞ് കിട്ടേണ്ടത്. അതിപ്പോൾ ജ്യൂസ് മെഷീനിലാണെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് അരി മുഴുവനും നമുക്ക് ഇതിൽ നിന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് അരി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് വാഴയിലയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പം വാഴയില ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ്, തുടച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ, ജസ്റ്റ് കുറച്ചൊരു പേരിന് ഓയിൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരി നല്ല ബോൾ പോലെ കൈകൊണ്ട് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ കൈപ്പത്തി ഉപയോഗിച്ച് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. വിരലുപയോഗിച്ച് പരത്തരുത് കേട്ടോ, നമ്മൾ കൈപ്പത്തി ഉപയോഗിച്ച് തന്നെ പരത്തിയെടുക്കുക. അപ്പോഴാണ് നല്ല ഈവൺ ആയിട്ട് അത് കിട്ടുക. ഇതേപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ മെല്ലെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം വേറൊരു ഇല വെച്ച് കവർ ചെയ്തെടുക്കണം. അപ്പം നമുക്കെല്ലാം ഇതേപോലെ നല്ല ഭംഗിയിൽ വൃത്തിയിൽ പരത്തിയെടുത്ത് മാറ്റി വെക്കുക. എത്രയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അധികം തടിയിൽ പരത്താനും പാടില്ല, അധികം നൈസാവും ചെയ്യേണ്ട. ഇപ്പം ഇത് ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഇല വെച്ച് ഇതിനെ കവർ ചെയ്ത് കൊടുക്കാം. പിന്നെ വാഴയില ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മുടെ ഓയിലെല്ലാം കിട്ടുന്ന കവർ ഉണ്ടല്ലോ, ആ കവർ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഡയറക്റ്റ് ഓടുമേലേക്ക് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ചുടുന്ന ഒരു ഓടാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഓല ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് ഈ ഒറോട്ടി കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച ഒറോട്ടി കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം. വാഴയിലയിൽ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതാ വാഴയില ജസ്റ്റ് ഈ ഒരു കളറാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വാഴയിലയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മളൊരു തീയിൽ, ഒരു ഭയങ്കര തീയിലും അല്ല തീരെ ചൂടിലും അല്ലാത്ത രീതിയിൽ ഇട്ടിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ ഇപ്പോൾ എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭാഗം. പിന്നെ നിങ്ങൾ വാഴയിലയിൽ അല്ലാണ്ട് ഡയറക്റ്റ് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ഒരു നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ വല്ല കവറിലോ ഇങ്ങനെ പരത്തിയിട്ട് ഡയറക്റ്റ് അരി ഇതിൻ്റെ മേലെ ഇടുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ്, ആദ്യത്തെ ഇതിൽ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഈ തിരിച്ചിടേണ്ടത്. വാഴയിലാകുമ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇനിയിപ്പോൾ ഇത് അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് തിരിച്ചിടാം. അതിനുശേഷം നമുക്ക് ഈ വാഴയില മാറ്റി കൊടുക്കാം. ഇപ്പോൾ 2 സൈഡിലുള്ള വാഴയിലൊരു ബ്ലാക്ക് കളറാകുന്ന സമയത്ത് നമുക്ക് ഈ വാഴയില മാറ്റി കൊടുക്കാം. വാഴയിലയിൽ ചുട്ട ഒറോട്ടിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ
എല്ലാം ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ഓടുമേൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ മെല്ലെ നമ്മൾ തൊട്ട് കൊടുക്കണം. ഇത് ഇങ്ങനെ കുറേ നേരം ഇതേപോലെ ഓടുമേൽ ഇങ്ങനെ വെച്ചെടുത്താൽ അത് കരിഞ്ഞു പോകും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒറോട്ടി ചൂടുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിത് പൊങ്ങി വരുന്നത് കാണാം. മെല്ലെ ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് പൊങ്ങി വരുന്നത് കാണാം. ഇപ്പോൾ ക്യാമറയിൽ ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല, ഇതിപ്പോൾ നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. ഏകദേശം ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ രണ്ട് സൈഡും ഇതേപോലെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് ഓടിൽ നിന്ന് എടുക്കാം. ഇപ്പം ഞാനിത് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതോടുകൂടി തന്നെ നമ്മുടെ രണ്ട് ഭാഗവും വെന്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്, ഒരു മീഡിയം തീയിൽ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡും കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. അങ്ങനെ ജസ്റ്റ് ഇതേപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സൈഡും പൊങ്ങി വരുന്നത് കാണാം. ഇതോടുകൂടി അത് പൊങ്ങി വന്നാൽ തന്നെ നമ്മുടെ ഒറോട്ടി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്ര പണിയേ ഉള്ളൂ, ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെയുള്ള കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ചുട്ടെടുത്ത ഒറോട്ടിയെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഇനി കുറച്ച് ഗീ തടവി കൊടുക്കണം. നിങ്ങൾക്ക് ഗീനോട് താല്പര്യം ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാന്നാണെങ്കിൽ കുറച്ച് ഗീ കൂടി ഇതിൻ്റെ രണ്ട് സൈഡിലും തൂക്കി കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇത് കഴിക്കാൻ ഏത് കറീൻ്റെ കൂടിയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഏത് കറി ഉപയോഗിച്ചിട്ട് ഇത് കഴിക്കാം. അതാണ് ഈ ഐറ്റത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീണ്ടും നല്ല പുതിയ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.